അങ്ങനെ നമ്മുടെ സച്ചി ചന്ദ്രനോട് പറയുന്നുണ്ട്, അങ്ങനെ അമ്മായിയമ്മയാവാതെ അമ്മയായിട്ട് ഞങ്ങളെ നാളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുക. അമ്മ ഇനി എന്തെന്നെ പറഞ്ഞാലും ശരി, നാളെ ഞാനും രേവതിയും ടൂറ് പോയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ വിഷമമുണ്ട്. അവൾ ഇനി ഒറ്റയ്ക്ക് കിടന്ന് അടുക്കളയിൽ പണിയെടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും ശ്രുതിയും കൂടി ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയോട് പറഞ്ഞിട്ട്, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? ഞങ്ങൾ ഷോറൂമിലേക്ക്. നീ ഒറ്റയ്ക്ക് പോയാൽ മതി, ശ്രുതി ഇവിടെ നിൽക്കട്ടെ, എനിക്ക് അവൾ അടുക്കളയിൽ സഹായിക്കാൻ വേണം, എനിക്ക് ഒറ്റയ്ക്ക് പണിയാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. എന്തായാലും ശ്രുതി അത് സമ്മതിക്കണമൊന്നുമില്ല. പിന്നെ എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും കൂടി യാത്രയൊക്കെ പറഞ്ഞ് കാറിൽ ഇറങ്ങിപ്പോണ്ട് നമ്മുടെ രവി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ വിഷമം? സച്ചേട്ടൻ പോയതുകൊണ്ടാണോ? ഞങ്ങളില്ലേ പിന്നെ എന്തിനാ വിഷമിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് സച്ചി രേവതിയും പോയ ഞാൻ ഒറ്റപ്പെട്ട പോലെയാണ്, എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്രീകാന്ത് പണിക്കൊക്കെ പോകുന്നുണ്ട്. സച്ചി രേവതി ഇങ്ങനെ അടിച്ച് പൊളിച്ച് ടൂറൊക്കെ പോകുന്നുണ്ട്. കാറിൽ പോകുന്ന സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ റോട്ടിക്ക് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഈ റോട്ടിക്ക് തന്നെ നോക്കാതെ എന്നെ ഒന്ന് നോക്കിക്കൂടെ? ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അതിന് സച്ചിയേട്ടൻ എങ്ങനെയെങ്കിലും എന്നെ ടൂർ കൊണ്ടുപോയിട്ടുണ്ടോ ഇതുവരെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതിന് ഞാൻ നിന്നെ അന്ന് അച്ഛമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ, അതിന് അത് അച്ഛൻ വന്ന് നിങ്ങളെ മെരുക്കിയെടുക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ, അതുകൊണ്ട് അത് ടൂറായിട്ടൊന്നും അല്ലല്ലോ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ ടൂറുള്ള സ്ഥലത്തേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. അവർ ആടിയും പാടിയും കളിച്ചിട്ട് ഓടിയും ഒക്കെ കളിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സച്ചി ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്, മലയെ പറ്റിയിട്ടൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, അയ്യോ അച്ഛൻ ഭക്ഷണം കഴിച്ചോന്നാവോ, അച്ഛൻ എന്താ ചെയ്യണമെന്നാവോ എന്നൊക്കെ ഇങ്ങനെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇനി നീ വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കാതെ എൻ്റെ കാര്യങ്ങൾ നീ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ചാടിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.